2024-25 സംരംഭക വർഷം 3.0 ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. പാണ്ടിക്കാട് CH ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സംരംഭങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാം. അതുപോലെ പൈസ സൂചിപ്പിച്ച പോലെ പഞ്ചായത്തിന് ഒരുപാട് ഫണ്ട് വനിതാ ഘടക പദ്ധതിയിൽ നമ്മൾ എന്തിന് വെക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? സ്ത്രീകളാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് വനിതാ ഘടക പദ്ധതിയിൽ വലിയൊരു തുക മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ വരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തിലും ഈ വർഷത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അപേക്ഷകർ വളരെ കുറവായിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞ ആളുകളൊക്കെ രണ്ടാളുകളൊക്കെ നമ്മൾ എടുത്ത് കൃത്യമായി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിലവിൽ 7 പേരാണ് അതിന്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി ലൈസൻസ് ഒക്കെ റെഡിയാക്കിയിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 50% നമ്മൾ ഫണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. 78 പേർ പങ്കെടുത്ത പരിപാടിയിൽ 65 പേർ സംരംഭകരായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് പാണ്ടിക്കാട് മാനേജർ KT മനോജ്, KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ അബ്ദുറഹ്മാൻ, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് സെക്ഷൻ ക്ലർക്ക് വിഷ്ണുരാജ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തു. തുടർന്ന് PMEGP, മുദ്ര ലോൺ എന്നിവയുടെ സാങ്ഷൻ ലെറ്ററുകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ വിതരണവും നടന്നു. സംരംഭകരുടെ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സദകത്ത് അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് അറക്കൻ, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK റാബിയത്ത്, അഷ്റഫ് പിലാക്കൽ, അബ്ദുൽ ലത്തീഫ്, നിലമ്പൂർ താലൂക്ക് വ്യവസായ വികസന ഓഫീസർ സജ്ജാദ് ബഷീർ, പഞ്ചായത്ത് ED ECT മുഹമ്മദ് നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്.